ഇവിടെ ഇവിടെ ഇനി പാർട്ടി തിരുത്താൻ എന്താണ് വെറും വാക്കിൽ തിരുത്തുന്നവരുണ്ട്, അങ്ങനെ അല്ലാതെ പോകാമെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ കണ്ണൂർ ഒരു മനു തോമസ് ഉണ്ടാവുകയാണ്. പോയ കാലത്തെ പാർട്ടിയോട് തെറ്റുകൾ തുറന്നു പറഞ്ഞ് മനു തോമസ് രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ ഈ പറഞ്ഞ PSC കോഴാരോപണം ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വാർത്തയാണേ. ഇത് പാർട്ടിയുടെ വിഭാഗീയതയുടെ ഭാഗമായും അവിടുത്തെ പ്രശ്നങ്ങളുടെ ഭാഗം പുറത്തേക്ക് വരുന്നതാണ്. ഇതാ ഇപ്പോൾ വരുന്ന കുന്നമംഗലം ഏരിയ സെക്രട്ടറിയുടെ ആ തെരുവിളി വിഷലും വാർത്തയും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. എന്ന് ഈ പ്രവണത തിരുത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയെ കണ്ടുകൂടെ? അതുവഴിയും തിരുത്തലാവാമല്ലോ ശ്രീജിത്ത്. അല്ല, അതൊരു ശുഭസൂചനയാണ്. പക്ഷേ നമ്മൾ ഓൺ റെക്കോർഡ് ഒരാളിനെതിരെ പാർട്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി എടുക്കുകയാണ്, അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ അയാളെ അല്പകാലത്തേക്ക് മാറ്റി നിർത്തുന്നു, ഇനി അതല്ല എങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുന്നത് ഇയാൾക്കെതിരെ കുറേ അധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് അയാളെ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായിട്ട് രേഖപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അജ്മൽ കസബിനെതിരെ പ്രവാദത്തിനും വെടിവെച്ച ആൾക്കാരെ കൊന്നതിനും ഒപ്പം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറിയതിനും കേസെടുത്തിരുന്നു, അതും ചാർജ് ചെയ്തിരുന്നു. പക്ഷെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ഗ്രാവിറ്റി ഉള്ള ക്രൈമാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് സംവിധാനം തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, പാർട്ടിക്ക് ഒരുപക്ഷെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് റിസർവേഷൻസ് ഉണ്ടാകാം, അവർക്ക് പ്രതികരിക്കുന്ന ഒരു ശൈലി ഉണ്ടാകാം. പക്ഷെ എനിക്ക് അതിശയം തോന്നിയത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലാതെ വരുന്ന ശ്രീ ഹസ്കറിനെ പോലെയുള്ള ആൾക്കാർ, പലപ്പോഴും പാർട്ടിയെ തിരുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ ഹസ്കർ. പക്ഷെ അദ്ദേഹം ഈ നിലപാട് പറയുന്നത് നോക്കൂ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. അത് CPM-ന്റെ തന്നെ മാത്രം ശൈലിയാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വലതുപക്ഷ മാധ്യമ സൃഷ്ടിയാണ്. അത് CPM-ന്റെ ശൈലിയാണ്. അദ്ദേഹം ഒപ്പം പറഞ്ഞത് വിഭ്രമാത്മകമായിട്ടുള്ള മനോനിലയാണ് എതിർക്കുന്നവർക്ക് എന്നാണ്. അപ്പോൾ അല്പം പോലും ശൈലി മാറ്റം ശ്രീ ഹസ്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ശ്രീ ഹസ്കർ ഈ വിഷയത്തിൽ ഞാൻ സർക്കാരിനെ പൂർണ്ണമായും വിശ്വസിക്കാമായിരുന്നു. നിയമനത്തിന്റെ കാര്യത്തിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ടാവുന്നില്ല എന്ന് വിശ്വസിക്കാമായിരുന്നു. ഒരു ചെറിയ കാര്യം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ കരാർ നിയമനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിക്കാരുടെ മുൻഗണനാ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ സഖാവേ എന്ന് ചോദിച്ചെഴുതപ്പെട്ട ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിനെ പറ്റി ശ്രീ ഹസ്കർ ഓർക്കുന്നുണ്ടാവും. അതിനെപ്പറ്റി അന്ന് സർക്കാർ അന്വേഷണം നടത്തിയിട്ട് ഇത് എഴുതിയായിരിക്കുന്ന ആരാണ് ഇവിടെ നിന്ന് കോർപ്പറേഷൻ മേയറുടെ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് പോയത്, ഇതെല്ലാം തന്നെ അന്വേഷിക്കുമെന്ന് ഘോരം പറഞ്ഞിരുന്നു. അന്വേഷണം തകൃതിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് 2 കൊല്ലം പൂർത്തിയാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആടുമില്ല പൂടയില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി മാറുകയാണ്. എന്ന് വെച്ചാൽ സർക്കാരിനെ ജനത്തിന് വിശ്വാസമില്ല. പോകെ എന്താണ് ആൾക്കാർക്കുണ്ടാവുക? ഈ ആരോപണം സത്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ ആൾക്കാരിലേക്ക് ഉണ്ടാകും. ഇപ്പൊ നോക്കൂ, ശ്രീ ബിനോയ് വിശ്വത്തിന് ഈ പരാതി കിട്ടിയതിനു ശേഷം 3 ദിവസമായി. ആ കത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന തീയതി എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. കേവലം പണം ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നു എന്ന് മാത്രമല്ല അതിൽ പറയുന്നത്, അതിലെടുത്തിരിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതികാര നടപടിയെ കൂടിയാണ്. അതായത് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങുന്നില്ല എങ്കിൽ കോന്നിയിലുള്ളയാളിനെ കാസർകോട്ടേക്ക് തട്ടാം എന്ന രീതിയിലത്തേക്കാണ് അതിൽ പറയുന്നത്. അത് വായിച്ചപ്പോ അതവരുടെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ CPI-യുടെ ജോയിന്റ് കൗൺസിലിന്റെ സംഘടനാ നേതാവാണ്, സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പൊ ജില്ലാ ഭാരവാഹിയുടെ അവസ്ഥ അതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പണ്ടൊക്കെ കാണുന്ന ഒരു ടൈപ്പ് കാർഡാണ്. ചില വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കാർഡ്. നിങ്ങൾ ഈ കാർഡ് അച്ചടിച്ച് 10 പേർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് 10 ദിവസത്തിനകം ഭാഗ്യം കൈവരും. ഒരാൾ ഇതിനെ അവഗണിച്ച് പിച്ച് ചീന്തി കീറിക്കളഞ്ഞു, അയാൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 2 കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലായി എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്ന ചില കാർഡുണ്ട്. ഇത് വായിച്ചു നോക്കൂ. ഇതിന്റെ ഭാഷ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരാൾ ഇവിടെ 1 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു, മറ്റൊരാൾ 50,000 രൂപ ചോദിച്ചു, വേറൊരാളിനോട് പറഞ്ഞപ്പോൾ അയാൾ അത് കൊടുത്തില്ല, പകരം അപ്പോൾ കോന്നിയിൽ നിന്ന് അയാൾ കാസർഗോട്ടേക്ക് പോയി എന്ന രീതിയിലത്തേക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാഫിയ, ഒരു കാർട്ടലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് കോഴ കൊടുക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ മാക്സിമം ബുദ്ധിമുട്ടിക്കും എന്ന രീതിയിലത്തേക്ക് പറയുകയാണ്. ഇത് ഒരു സംസ്ഥാന നേതാവിനോട് പറയാനായിട്ട് ആ പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ഘടകത്തിലുള്ള ഒരാൾ തയ്യാറാകുന്നു. ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇപ്പൊ PSC നിയമനം അത് ഓഫർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഈ സ്ഥലം മാറ്റം ഓഫർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും, അവരല്ലല്ലോ ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പുറത്തുള്ള ആൾക്കാരുമല്ല ഇത് പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ആരാണ്? ആ പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാകാം. ഒന്നുകിൽ വ്യക്തിവിരോധം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ധാർമ്മിക ബോധം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ട് തന്നെ ആയാലും അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ആത്യന്തികമായിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത് മറ്റെന്തെങ്കിലും വിഷയത്തിലാണെങ്കിലും നടപടിയെടുത്തു എന്ന രീതിയിലത്തേക്കെങ്കിലും പറയപ്പെടാം. പക്ഷേ ഈ തട്ടിപ്പുകാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്.
അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ്, സംസ്ഥാനത്തുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു തട്ടിപ്പ്, ആ ആരോപണം വരുന്ന സമയത്ത് അതല്ല നമ്മൾ മറ്റൊരു വിഷയമാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അജ്മൽ കസബിനെതിരെ കൂടുതൽ വികറസായിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറി എന്നത് അന്വേഷിച്ചിട്ട് അതിന്റെ ശിക്ഷ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത് പോലെയാണ്. എന്തായാലും നടപടിയുണ്ട്, കോർട്ടുകൾക്ക് നടപടി ഉണ്ടാകും. പക്ഷേ ആ നടപടി എന്താണ് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പാർട്ടി സഖാവിന് അനഭിലഷണീയമായ രീതിയിൽ ജീവിച്ചു, ആഡംബര ജീവിതം എന്നൊക്കെ പറഞ്ഞാകും. ഇതെന്തായാലും അതിന് കാരണമാവില്ല, കാര്യം ഉറപ്പാണ്. തിരികെ നമ്മൾ കണ്ടതാണ്.